ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ദിസ് ഈസ് അശ്വതി രജിത്ത്. എന്തൊക്കെ ഉണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഞാൻ നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ആണ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ എന്നോട് ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ്, എന്നാണ് അടുത്ത വെയിറ്റ് ലോസ് ചാലഞ്ച് എന്നുള്ള കാര്യം. അപ്പം അതിനുള്ള ഉത്തരമായിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത്. ഒട്ടും സമയം കളയണ്ട, ലെറ്റ്സ് സ്റ്റാർട്ട് അവർ വീഡിയോ. അപ്പം എന്നെ നിങ്ങൾ ഇപ്പം കാണുന്ന ഈ ഒരു വേർഷനിലേക്ക് എത്തിക്കാനായിട്ടുള്ള ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാനൊരു 83 കിലോയുള്ളപ്പം കഴിഞ്ഞ വർഷം ഏകദേശം ഇതേ സമയത്താണ് കേട്ടോ ഞാനൊരു ഇപ്പം ഏറ്റവും അവസാനത്തെ ചലഞ്ച്, അതായത് മാർച്ച് 17 അവസാനിപ്പിച്ച ആ ചലഞ്ചിൽ എൻ്റെ വെയിറ്റ് കൊണ്ടു ചെന്ന് നിർത്തിച്ചത് 59 കിലോയിലായിരുന്നു. ഈ 59 എന്ന് പറയുന്ന നമ്പറൊക്കെ എനിക്കൊന്ന് ഞാൻ +2 പഠിക്കുമ്പോഴോ അങ്ങനെ കണ്ട ആ ഒരു സമയത്തൊക്കെയാണ് കണ്ടതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇല്ല ഡിഗ്രി ഫസ്റ്റ് ഇയറോ ആ ഒരു സമയത്താണ് കേട്ടോ. ഇപ്പം എനിക്ക് വയസ്സ് 30 ഉണ്ട്. പിന്നെ ഇത്രയും വർഷം എടുത്ത് എനിക്ക് ആ നമ്പേഴ്സൊക്കെ ഒന്ന് കാണാൻ. അപ്പോൾ എന്തായാലും ഒരുപാട് ഹാപ്പിയാണ്. അപ്പോൾ അതാണ് എൻ്റെ ഒരു വെയിറ്റ് ലോസ് ജേർണീൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് ഇടാൻ തുടങ്ങി. എന്നെ ഈ ഒരു ജേർണിയിൽ ഹെൽപ്പ് ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ഞാൻ വീഡിയോസ് ഷെയർ ചെയ്യാൻ തുടങ്ങി. ഒട്ടുമിക്ക എല്ലാവർക്കും എന്ന് തന്നെ പറയാം റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് എനിക്ക് പറയാനുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. സോ ഇനി നമുക്ക് പുതിയ ചാലഞ്ചിനെ പറ്റി സംസാരിക്കാം. മാർച്ച് 17 നമ്മുടെ ഇതിന് മുമ്പത്തെ ചാലഞ്ച് അവസാനിപ്പിച്ചതിൻ്റെ പിറ്റേ ദിവസം തൊട്ട് ഞാൻ കേൾക്കുന്നൊരു ചോദ്യമാണ്, ഞാൻ ഏറ്റവും കൂടുതൽ ഇന്നും വരെ കേട്ടോണ്ടിരിക്കുന്നൊരു ചോദ്യമാണ്, എന്നാണ് അടുത്ത വെയിറ്റ് ലോസ് ചാലഞ്ച് എന്നുള്ളത്. ചാലഞ്ച് നമ്മൾ ഇതിന് മുമ്പേ തുടങ്ങേണ്ടതായിരുന്നു. ഇതിന് മുമ്പേ തുടങ്ങാതിരുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് എൻ്റെ പേഴ്സണലായിട്ട്, അതായത് എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ബ്രീതിങ് ആങ്സൈറ്റീൻ്റെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പം ഒരു മാസത്തോളം എനിക്ക് മെഡിസിൻസ് ഉണ്ടായിരുന്നു. ഒരു കോഴ്സായിരുന്നു അത്. ഇതിനുള്ള മെഡിസിൻസ് എടുക്കുന്നതിന് മുമ്പേ ഡോക്ടർ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഇത് മെഡിസിൻസ് എടുക്കുമ്പോൾ വെയിറ്റ് ഗെയിൻ ഉണ്ടാവും എന്നുള്ള കാര്യം. അതിൽ കുറേ പേരും ഇങ്ങനെ സ്ഥിരമായിട്ട് ചോദിച്ചിട്ട് പോലും ഞാനത് സ്റ്റാർട്ട് ചെയ്യാതിരുന്നതിൻ്റെ കാരണമാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ എന്തായാലും എൻ്റെ മെഡിസിൻസ് എല്ലാം കഴിഞ്ഞു. ഈ ഒരു സമയം, ഈ ഒരു 1-2 മാസം എന്ന് പറയുന്നത് ശരിക്കും കുറച്ച് ടഫായിരുന്നു. കാരണം ഈ ആങ്സൈറ്റി പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് അറിയാൻ പറ്റുമായിരിക്കും. ഭയങ്കര ഒരു മെൻ്റലി വല്ലാതെ ഡൗൺ ആയ ഒരു സമയമായിരുന്നു. അതിൻ്റെ കൂടെ ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ സംഭവിച്ചു. എല്ലാം കൂടെ വരുമ്പോൾ ഒറ്റയടിക്ക് വണ്ടി വിളിച്ച് വന്ന പോലെയായിരുന്ന അവസ്ഥയായിരുന്നു. പക്ഷെ ഞാനതെല്ലാം ഓവർകം ചെയ്തിട്ടുണ്ട്. സോ ഞാൻ എൻ്റെ വെയിറ്റ് ഏറ്റവും അവസാനം ചെക്ക് ചെയ്യുന്നത് ഒരു 2.5 ആഴ്ച മുമ്പാണ്. ആ 59 കിലോയിൽ നിന്നും എൻ്റെ ലാസ്റ്റ് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ എൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 64 കിലോയാണ്. ആ വെയിറ്റ് ഉറപ്പായിട്ടും എനിക്ക് തോന്നുന്നു ഒരു 66 സുഖമായിട്ട് ഇപ്പം എത്തിയിട്ടുണ്ടാകും. ഇതിൽ കൂടുതൽ ഞാൻ പ്രതീക്ഷിച്ചത് തന്നെയാണ്. പക്ഷേ എന്നിട്ടും ഈ ഒരു വെയിറ്റിലൊക്കെ എനിക്കൊന്ന് ഹോൾഡ് ചെയ്യാൻ പറ്റിയത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് ആകെ കൺട്രോൾ ഉള്ളൊരു സംഭവം എന്ന് പറയുന്നത് കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായിരുന്നു. ഞാൻ മാക്സിമം നന്നായിട്ട് അത് കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഓഫ് കോഴ്സ് എനിക്ക് ചീറ്റ് മീൽസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ, ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ എങ്കിൽ പോലും ഡെയിലി കഴിക്കുന്നത് മാക്സിമം സ്മൂത്തീസ് ഒക്കെ എനിക്ക് വലിയൊരു അനുഗ്രഹമായി തോന്നിയത് ഈ ഒരു പീരീഡിലായിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെ കഴിക്കുമായിരുന്നു. പിന്നെ എനിക്ക് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ലായിരുന്നു, കാരണം ബ്രീതിങ്ങിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട്. ചാനൽ ഫോളോ ചെയ്യുന്നവർക്കറിയാം, ഞാൻ കാര്യമായ ഒരു ഇൻറ്റൻസ് വർക്കൗട്ടും കാര്യങ്ങളൊന്നും ചെയ്തിട്ടല്ല വെയിറ്റ് കുറച്ചത്. രാവിലെ നടക്കാൻ പോകും. ഈ മോർണിംഗ് വാക്ക് എന്ന് പറയുന്നത് മാത്രമായിരുന്നു എൻ്റെ ആകെയുള്ള ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു സമയം, ഈ ഒരു 1.5 മാസം എനിക്ക് അതുപോലും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പം എൻ്റെ കഥയൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് നമ്മുടെ കാര്യം സംസാരിക്കാം. നിങ്ങൾക്ക് കൂട്ടായിട്ട് ഞാനുണ്ടാവും, എനിക്ക് കൂട്ടായിട്ട് നിങ്ങൾ എല്ലാവരും ഉണ്ടാവും. നമുക്ക് വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്യാം. ഫോളോ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് തന്നെയാണ്. പരീക്ഷിച്ച് വിജയിച്ച ഒരു സംഭവം അവിടെ ഉള്ളപ്പോൾ നമ്മൾ വേറൊരു മെത്തേഡ് ഫോളോ ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. മാത്രമല്ല നമ്മുടെ ഈ ഫാമിലിയിലുള്ള എല്ലാവരും, ഒരു 95% ആൾക്കാരും ചെയ്യുന്നതും അത് തന്നെയാണ്. സോ നമുക്ക് അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാം. രണ്ടാമത്തെ കാര്യം, ഞാൻ ഫോളോ ചെയ്യാൻ പോകുന്ന സമയം എന്ന് പറയുന്നത് ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് 9 to 5 ആയിരുന്നേ. രാവിലെ 9 മണി തൊട്ട് വൈകുന്നേരം 5 മണി വരെയുള്ള സമയത്താണ് ഈറ്റിംഗ് വിൻഡോ ഉണ്ടായിരുന്നത്. അപ്പം എനിക്ക് അത് തന്നെ കണ്ടിന്യൂ ചെയ്യാം എന്നുണ്ട്. പക്ഷെ ഞാൻ 9 to 5 ചെയ്യുന്നത് കൊണ്ട് ഇത് ചെയ്തെങ്കിൽ മാത്രമേ റിസൾട്ട് കിട്ടുകയുള്ളൂ, നിങ്ങളും അതുകൊണ്ട് അത് തന്നെ ഫോളോ ചെയ്യണം, അങ്ങനെ ഒരു നിർബന്ധവും ഇല്ല. നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിന് ഏതാണോ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ എളുപ്പം, ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഡിന്നർ എന്ന് പറയുന്നത് 7 മണിക്ക് അവസാനിപ്പിക്കുക, ഇല്ല അങ്ങേയറ്റം പോയിട്ടുണ്ടെങ്കിൽ ഒരു 8 മണിക്ക് അവസാനിപ്പിക്കുക. അതിൻ്റെ അപ്പുറത്തേക്ക് പോരുത് കേട്ടോ, അത് നമ്മുടെ റിസൾട്ടിനെ ബാധിക്കും. മാക്സിമം ഞാൻ 9 to 5 ആയിരിക്കാം. ചിലപ്പോൾ അതിനൊരു മാറ്റം വരുമായിരിക്കാം. മാറ്റം വരികയാണെങ്കിൽ എൻ്റെ ഈറ്റിംഗ് വിൻഡോ 11 മണി തൊട്ട് 7 മണി വരെ ആയിരിക്കും കേട്ടോ. അതെന്തു തന്നെ ആയാലും Day 1 വീഡിയോ വരുമ്പോൾ ഞാനതിൽ അപ്ഡേറ്റ് ചെയ്യും കേട്ടോ. ഇനി
എത്ര നാളത്തേക്കാണ് നമ്മൾ ഈ കഴിഞ്ഞ 3-4 വെയിറ്റ് ലോസ് ചാലഞ്ച് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന 30 days വെയിറ്റ് ലോസ് ചാലഞ്ചാണ്. അപ്പോൾ എനിക്ക് ഇപ്രാവശ്യം ഒരു ചെറിയൊരു അത്യാഗ്രഹം എന്ന് പറയാം. എനിക്ക് ഒരു 60 ദിവസത്തെ വെയിറ്റ് ലോസ് ചാലഞ്ച് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. അത് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ വെയിറ്റ് ഇപ്പം എത്രയിലാണ് നിൽക്കുന്നതെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഞാൻ മനഃപൂർവ്വം ചെക്ക് ചെയ്യാത്തതാണ്. കാരണം നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് വെയിറ്റ് ഇങ്ങനെ കുറച്ചുകൊണ്ട് വന്നിട്ട് എൻ്റേതല്ലാത്ത കാരണമാണെങ്കിൽ പോലും എനിക്കൊന്നും ചെയ്യാനില്ല. എൻ്റെ വെയിറ്റ് ഇങ്ങനെ കൂടിക്കൊണ്ട് പോവുകയാണ്. അപ്പോൾ അത് കാണാൻ അത്ര വലിയ സുഖമുള്ള കാര്യമല്ല. അതുകൊണ്ട് ഞാൻ പിന്നെ വെയിറ്റ് ചെക്ക് ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞ പോലെ ഒരു 66 67 പറയാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഒരു 70 എത്തിയിട്ടുണ്ടോ എന്നൊന്നും പറയാൻ പറ്റില്ല. എന്തു തന്നെയാണേലും ആ വെയിറ്റ് നമുക്ക് കുറയ്ക്കാം എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. കാരണം ആ 83-ൽ നിന്നും ഇവിടെ വരെ എത്തിയത് ഞാൻ ഒറ്റയ്ക്കല്ലേ, ഞാൻ വേറെ ആരും എനിക്ക് വേണ്ടി ചെയ്തു തന്നൊരു കാര്യമല്ലല്ലോ അത്. എൻ്റെ എഫേർട്ടും എൻ്റെ ഹാർഡ് വർക്കും തന്നെയാണ് എനിക്ക് ആ റിസൾട്ട് തന്നിട്ടുള്ളത്. അപ്പോൾ അത്രയും എനിക്ക് കുറയ്ക്കാൻ പറ്റിയെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇപ്പോൾ അത് എത്ര തന്നെ കൂടിയിട്ടുണ്ടെങ്കിലും കുറയ്ക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. അപ്പം ഓക്കെയാണ്, നമുക്ക് ഡേ 1 എൻ്റെ വെയിറ്റ് ചെക്ക് ചെയ്യാം. രണ്ടാമത്തെ കാര്യം നിങ്ങളോട് പറയാനുള്ളത്, ഇല്ല ഈ പോയിന്റിലേക്ക് നമ്മൾ എത്തിയത് വേറെ എന്തോ ഒരു സംഭവം സംസാരിച്ചുകൊണ്ടല്ലേ, നമ്പർ ഓഫ് ഡേയ്സ്. അപ്പോൾ ഇപ്രാവശ്യത്തെ ഒരു ആഗ്രഹം 60 ദിവസത്തെ വെയിറ്റ് ലോസ് ചാലഞ്ച് ചെയ്യണം എന്നാണ്. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് എന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നാണ്. ഇൻസ്റ്റയിലാണെന്ന് തോന്നുന്നു, യൂട്യൂബിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് ഉറപ്പില്ല. ഇൻസ്റ്റയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് എപ്പോഴോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് മെയ് അവസാനത്തേക്ക് നമുക്ക് അടുത്ത വെയിറ്റ് ലോസ് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യാന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതെനിക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റിയില്ല. കാരണം എൻ്റെ മെഡിസിൻസ് അവസാനിപ്പിക്കുന്നതും ഏകദേശം അതേ സമയത്തായിരുന്നു. അപ്പം ഇമ്മീഡിയറ്റ് ആയിട്ടൊരു കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കേണ്ടെന്ന് കരുതി. അത് ഒന്നാമത്തെ റീസൺ. രണ്ടാമത്തെ റീസൺ, എനിക്ക് ഇതിൻ്റെ ഇടയ്ക്കൊരു ട്രാവൽ വരുന്നുണ്ട് ഒരു 2 ദിവസത്തേക്ക്. അപ്പം വെയിറ്റ് ലോസ് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്ത് ഇമ്മീഡിയറ്റ് ആയിട്ടൊരു ട്രാവൽ ചെയ്ത് അത് ബ്രേക്ക് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ അവസാനമായിട്ട് ഡിസൈഡ് ചെയ്തേക്കുന്ന സമയം എന്ന് പറയുന്നത്, അതായത് ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ 5 ബുധനാഴ്ചയാണ് കേട്ടോ. അപ്പം അന്നാണ് ആ കല്യാണം. എല്ലാവരും വരിക. അപ്പം ജൂൺ 5 നമുക്ക് നമ്മുടെ വെയിറ്റ് ലോസ് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഇതിലൊരു ചാലഞ്ച്, അടുത്തൊരു ചാലഞ്ച് എന്നാണെന്നറിയാം, ജൂൺ 5 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ജൂൺ 6-നോ 7-നോ ആയിട്ടായിരിക്കും എൻ്റെ പീരിയഡ്സ് വരാൻ പോകുന്നത്. എനിക്കൊന്ന് കഴിഞ്ഞ പ്രാവശ്യമില്ല, കഴിഞ്ഞ മാസമൊക്കെ അത്ര 1 കിലോയോ 1.5 കിലോയ്ക്കാണ് ഒറ്റ ഒരു രാത്രി കൊണ്ട് കൂടിയത്. അപ്പം അറിയില്ല, എന്ത് തന്നെ ആയാലും നമുക്കത് ഫേസ് ചെയ്യാം. ആ ഒരു കാരണം പറഞ്ഞ് എനിക്ക് ഇനി അത് നീട്ടിക്കൊണ്ടുപോകാൻ, വെയിറ്റ് ലോസ് ചാലഞ്ച് നീട്ടിക്കൊണ്ടുപോകാൻ താല്പര്യമില്ല. സോ കൂടിക്കോട്ടെ, നമുക്ക് കുറയ്ക്കാം അല്ലേ. ഷോർട്സ് വഴിയും റീൽസിലും ആയിരിക്കും അപ്ഡേറ്റ്സ് ഉണ്ടാവുക. എനിക്കൊന്ന് റീൽസിൽ ഞാൻ കുറച്ചുകൂടി ഒരു ലോങ് വീഡിയോസ് ഇടാൻ നോക്കാം. കാരണം റീൽസ് നമുക്കൊരു 1.5 മിനിറ്റത്തേക്കുള്ള 1.5 മിനിറ്റ് സമയമുണ്ട് റീൽസിന്. എനിക്ക് തോന്നുന്നു റീൽസ് ആകുമ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങൾ എനിക്ക് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, കണക്ട് വിത്ത് മീ ഇൻ ഇൻസ്റ്റാഗ്രാം ഓൾസോ. അവിടെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇനി എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, അതായത് ഇതിന് മുമ്പത്തെ ചാലഞ്ചൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ ചോദിക്കുന്ന ഒരു കാര്യമായിരുന്നു ഡയറ്റ് പ്ലാൻ മുമ്പേ തരുമോ എന്നുള്ളത്. അങ്ങനെ ഒരു സംഭവത്തിൻ്റെ ആവശ്യമില്ല. ഒന്ന് നിങ്ങൾക്കിപ്പോൾ അങ്ങനെ ഒരു ഡയറ്റ് പ്ലാൻ നിർബന്ധമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനലിൽ തന്നെ ഞാൻ ഡയറ്റ് പ്ലാൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. 1600-ൻ്റെ, പിന്നെ ഹോസ്റ്റലിലുള്ളവർക്ക് ഫോളോ ചെയ്യാൻ പറ്റിയ ഡയറ്റ് പ്ലാൻ, അങ്ങനെയൊക്കെ ഉണ്ട്. താല്പര്യം ഉണ്ടെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ വീട്ടിലുണ്ടാക്കുന്ന എന്തും നിങ്ങൾക്ക് കഴിക്കാം. ഈ ഓട്സും കെലോക്സും ഇല്ലെങ്കിൽ എന്താ പറയുക ടോൺഡ് മിൽക്കും സ്കിംഡ് മിൽക്കും ഒക്കെ ഉണ്ടെങ്കിൽ ഡയറ്റ് കൊണ്ടുപോകാവൂ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ആദ്യം പറഞ്ഞ പോലെ തന്നെ ഡിന്നർ ഒരു 7 മണിക്ക് മുമ്പെങ്കിലും അവസാനിപ്പിക്കും. പിന്നെ അടുത്ത കാര്യം, ഒരു 2.5 ലിറ്റർ തൊട്ട് 3 ലിറ്റർ വെള്ളമെങ്കിലും ഡെയിലി കുടിക്കുക. പിന്നെ അടുത്ത കാര്യം, മസ്റ്റായിട്ടും ഈ നമ്മുടെ ഈ ചാലഞ്ചിൻ്റെ സമയത്ത് വേറെ ഒന്നും ഞാൻ ഒഴിവാക്കാൻ പറയത്തില്ല. ഷുഗർ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിയാൽ അത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. സോ എങ്ങനെയാണ് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്യേണ്ടത്, എന്തൊക്കെ മിസ്റ്റേക്സ് അവോയ്ഡ് ചെയ്യാം, ഇല്ലെങ്കിൽ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിനെ കുറിച്ചിട്ടുള്ള വീഡിയോസ് ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം. അപ്പോൾ അതൊന്ന് കണ്ട് എന്താണ് ഈ സംഭവം എന്നുള്ളതൊന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം സ്റ്റാർട്ട് ചെയ്യാം. ഫാസ്റ്റിങ്ങിൻ്റെ സമയത്ത് എന്തെല്ലാം കഴിക്കാം, ഇതൊക്കെ ഞാൻ വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് കാണണം കേട്ടോ. പിന്നെ അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത്, നമ്മൾ വെയിറ്റ് എപ്പോഴൊക്കെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്നുള്ളത്. സോ എനിക്ക് എവറി ഡേ വെയിറ്റ് ചെക്ക് ചെയ്താൽ വലിയ പ്രശ്നമൊന്നുമില്ല. അതായത് അതിങ്ങനെ ഇടയ്ക്കൊന്ന് കൂടുന്നു, പിറ്റേ ദിവസം ഒന്ന് കുറയുന്നു, പിന്നെ സ്റ്റക്കായി നിൽക്കുന്നു, ഇതെല്ലാം നോർമലാണ്. വളരെ 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 നോർമലായിട്ടുള്ള കാര്യമാണ്. സോ വെയിറ്റ് ലോസ് ചാലഞ്ച് തുടങ്ങി ഞാനൊരു 5 ദിവസം കംപ്ലീറ്റ് ചെയ്തു, എനിക്ക് ഒരു മാറ്റവും ഇല്ല എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, മാറ്റമില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, കണ്ടിന്യൂ ചെയ്യുക. നമുക്ക് ഇഞ്ച് ലോസ് ഉണ്ടാവാം. ഈ വെയിങ് മെഷീനിലത്തെ നമ്പറിൽ ഉണ്ടാകുന്ന മാറ്റം മാത്രമല്ല നമ്മളൊരു വെയിറ്റ് ലോസ് അല്ലെങ്കിൽ ഫാറ്റ് ലോസ് എന്ന് പറയുന്നത്, അത് മാത്രമല്ല നമുക്ക് ഇഞ്ച് ലോസസ് ഉണ്ടാവും. സോ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ,
നമ്മുടെ വെയിറ്റ് ലോസ് ചാലഞ്ച് തുടങ്ങുന്നതിന് മുമ്പ് വെയിറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് അതൊന്ന് മെഷർ ചെയ്ത് വെക്കാം. പിന്നെ അതിനുശേഷം ഇഞ്ചസ്, അതായത് നമ്മുടെ ബ്രസ്റ്റിന് ചുറ്റും നമ്മുടെ ഇടുപ്പ്, നമ്മുടെ വയറ്, ഈ ഒരു 3 മെഷർമെൻറ്റ്സ് ഒന്ന് എടുത്ത് വെക്കുക. ഇതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെയിങ് സ്കെയിലിൽ മാറ്റമൊന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട് എന്ന് നമ്മളെ തന്നെ ഒന്ന് പ്രൂവ് ചെയ്യാനുള്ള കാര്യമാണ് ഇതൊക്കെ ഒന്ന് അളന്ന് വെക്കുക എന്നുള്ളത്. ഇനി ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം, ഒരു ബുക്കിൽ, ഒരു നോട്ട്ബുക്കിൽ ഇതെല്ലാം ഒന്ന് മെഷർ ചെയ്ത് വെക്കുക. അതായത് ഇന്നത്തെ ഡേറ്റ് ഇടുക, ഇന്നത്തെ ഡേറ്റ് ഇത്രയാണ്, അപ്പം ഇന്നത്തെ എൻ്റെ വെയിറ്റ് ഇതാണ്, ഇന്ന് ഞാൻ എന്താ പറയുക ഇത്ര കാലറീസ് കഴിച്ചു. ആ കാലറീസ് എങ്ങനെയാണ് അളക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹെൽത്തിഫൈ മീ എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്, അതാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അത് വേണമെങ്കിൽ ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ ഏത് ആപ്പ് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അതിൽ കാണിക്കും, ഇപ്പോൾ ഒരു ദോശയിൽ ഇത്രയും കാലറീസ് എന്ന ആപ്പ് കാണിക്കും, അത് വേണമെങ്കിൽ ട്രാക്ക് ചെയ്യാം. ഇതല്ലെങ്കിൽ ഇന്നത്തെ ദിവസം ഞാൻ എത്ര ഫിസിക്കൽ ആക്ടിവിറ്റി, ഒരു 30 മിനിറ്റ്സ് നടന്നു, ഇല്ലെങ്കിൽ ഒരു 20 മിനിറ്റ്സ് റണ്ണിങ് പോയി, അങ്ങനെ എന്തോ ആയിക്കോട്ടെ, അത് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ അവസാനമായിട്ട് ഇന്ന് ഞാൻ എന്താണ് ഈ ഒരു ചലഞ്ചിൽ തെറ്റായിട്ട് ചെയ്ത കാര്യം. ഫോർ എക്സാമ്പിൾ, ഇന്ന് ഞാനൊരു ചോക്ലേറ്റ് കഴിച്ചു, അതവിടെ എഴുതി വെക്കണം. കാരണം അങ്ങനെ എഴുതി വെച്ചെങ്കിൽ മാത്രമേ, ഫോണിൽ സേവ് ചെയ്യും അതൊന്നുമല്ല പറയുന്നത്, എഴുതി തന്നെ വെക്കണം കേട്ടോ. നമ്മുടെ മുമ്പിൽ ഒരു ഡേറ്റ ഉണ്ടാവണം. അങ്ങനെ ട്രാക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ ജേർണി എന്താ പറയുക, വേറെ ആരുടെ ഒരു മോട്ടിവേഷൻ ഇല്ല, അതൊരു സെൽഫ് മോട്ടിവേഷൻ വഴി നമുക്കിത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സില്ലിയായി തോന്നുന്നത് എനിക്കറിയത്തില്ല, പക്ഷേ ഇത് വർക്കൗട്ട് ആവുന്നൊരു കാര്യമാണ്. സോ ജൂൺ 5 തൊട്ട് നമ്മൾ ആ ഡയറി ഓപ്പൺ ചെയ്യുക. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, ഈ വീഡിയോൻ്റെ കമൻറ്റിൽ നിങ്ങളുടെ വെയിറ്റ്, നിങ്ങളുടെ ഗോൾ എത്രയാണ്, അതായത് നിങ്ങളുടെ ടാർഗറ്റ് എത്രയാണ് എന്നുള്ളത് കമൻറ്റ് ചെയ്ത് വെക്കാം. 60 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ തിരിച്ചു വന്ന് നോക്കണം, അത് അച്ചീവ് ചെയ്തോ ഇല്ലയോ, ഇല്ലെങ്കിൽ ഞാൻ അതിനേക്കാൾ കൂടുതൽ അച്ചീവ് ചെയ്തോ, ഇല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ, അത് കുറച്ചാണോ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് നമുക്ക് അറിയണം. മാത്രമല്ല, നമ്മൾ ഓരോരുത്തരും കമൻറ്റ് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, അത് മറ്റുള്ളവർക്കും കൂടിയുള്ളൊരു മോട്ടിവേഷനാണ്. ഓക്കെ, എന്നെക്കൊണ്ട് അത് ചെയ്യാൻ പറ്റും, ആ ഒരു മോട്ടിവേഷന് കൂടി വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ ഇടയിൽ കമൻറ്റ് ചെയ്ത് പറയാം. ഓക്കെ, ഞാനും എൻ്റെ വെയിറ്റ് ഗോൾ എത്രയാണെന്നുള്ളത് കമൻറ്റ് ചെയ്യാം. ഞാനത് ഇതിനു മുമ്പ് ഒരിക്കലും ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. സോ അതും ഞാനിവിടെ പബ്ലിഷ് ചെയ്യാം, എന്നിട്ട് നമുക്ക് നോക്കാമല്ലോ, ഒരു സെൽഫ് ചാലഞ്ച് അല്ലേ. പിന്നെ ഡെയിലി അപ്ഡേറ്റ്സ് റീൽസ് ആയിട്ടും ഷോർട്സ് ആയിട്ടും ഉണ്ടാവും എന്ന് പറഞ്ഞല്ലോ. അതിൽ കമൻറ്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, Day 1 ഫോർ എക്സാമ്പിൾ 60 kg, Day 2 59.85 kgs എന്നുള്ളത് ഓരോ ദിവസത്തെ വീഡിയോസിലും Day 1, Day 2 എല്ലാ ദിവസവും വീഡിയോസ് ഉണ്ടാവും. ആ വീഡിയോസിൻ്റെ അടിയിലൊക്കെ കമൻറ്റ് ചെയ്ത് പറയാം. സോ അത് നമുക്ക് പ്രോഗ്രസ് ട്രാക്ക് ചെയ്യാനും മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാനും, നമ്മളെല്ലാവരും ഒന്നിച്ചാണ്, നമ്മളിതൊരു ഒരു വളരെ പോസിറ്റീവ് ചേഞ്ചിനുള്ളൊരു കമ്മ്യൂണിറ്റി ആണ് എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കിയെടുക്കാനൊക്കെ ഒത്തിരി സഹായിക്കും. മറ്റുള്ളവരെ അത് ഇൻസ്പയർ ചെയ്യട്ടെ. സോ ലെറ്റ്സ് ഡു ദാറ്റ്. ഇനി എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ട് എന്ന് തോന്നുവാണെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്ത് പറയാൻ കേട്ടോ. ഞാനത് ഉത്തരം പറഞ്ഞിട്ട് ഞാനത് പിൻ ചെയ്ത് വെച്ചോളാം കമൻറ്റ് സെഷനിൽ. നമ്മുടെ ആ ചലഞ്ച് തുടങ്ങാൻ ഇനിയും കുറച്ച് ദിവസങ്ങളും കൂടി ഉണ്ട്. ആ ഒരു സമയത്തേക്ക് ഒറ്റയടിക്കൊരു ലൈഫ് സ്റ്റൈലിൽ വ്യത്യാസം ഉണ്ടാക്കാതെ ഇന്ന് തൊട്ടേ, ഈ നിമിഷം തൊട്ടേ ചെറിയ കാര്യങ്ങളിൽ മാറ്റം വരുത്തിക്കൊണ്ട് വരിക. അതായത് എപ്പോഴും പറയുന്നതാണ്, രാവിലെയും ഒരു ഗ്ലാസ് ചായ കുടിക്കും, വൈകുന്നേരം ഒരു ഗ്ലാസ് ചായ കുടിക്കുന്നുണ്ടെങ്കിൽ നാളെ തൊട്ട് അത് 2 നേരം അര ഗ്ലാസ് ആയിട്ട് കുറയ്ക്കുക. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ മധുരം ഇല്ലാതെ പറ്റില്ല എന്നുണ്ടെങ്കിൽ 1 സ്പൂൺ ഇടുന്ന സ്ഥലത്ത് 1/2 സ്പൂൺ ഇട്ട് സ്റ്റാർട്ട് ചെയ്യാം. വെള്ളം കുടിക്കുന്ന കാര്യം, എന്നും 1 ലിറ്റർ വെള്ളമാണ് കുടിക്കുന്നതെങ്കിൽ നാളെ തൊട്ട് ഒരു 1.25 ലിറ്റർ വെള്ളമാക്കി ശീലിക്കുക. അങ്ങനെ നമ്മുടെ ചലഞ്ച് തുടങ്ങുമ്പോഴത്തേക്കും, ജൂൺ 5 ആകുമ്പോഴത്തേക്കും നമ്മൾ മെൻ്റലി ഫിസിക്കലി ഇതിന് തയ്യാറെടുത്തു എന്നുള്ള കാര്യം നമ്മളെ തന്നെ ഒന്ന് ബോധിപ്പിക്കുക. ഓക്കെ, സോ നമ്മൾ നമ്മുടെ അടുത്ത വെയിറ്റ് ലോസ് ചാലഞ്ചിനുള്ള പ്രിപ്പറേഷൻ ഇന്ന് ഈ നിമിഷം തൊട്ട് തുടങ്ങുകയാണ് കേട്ടോ. ഉറപ്പായിട്ടും ചലഞ്ചസ് ഉണ്ടാവും. അതിൽ ഏറ്റവും വലിയൊരു മേജർ ചലഞ്ച് എന്ന് പറയുന്നത്, ഒരു പോയിന്റ് എത്തുമ്പോൾ നമ്മുടെ വെയിറ്റ് സ്റ്റക്ക് ആകും. സോ അങ്ങനെ വെയിറ്റ് സ്റ്റക്ക് ആകുമ്പം എന്ത് ചെയ്യണം എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതൊന്ന് കണ്ട് മനസ്സിലാക്കി വെക്കുക. കാരണം അത് ഉറപ്പായിട്ടും ഈ ജേർണിയിൽ ആവശ്യം വരുന്ന ഒരു സംഭവമാണ്. എന്തെല്ലാം ചലഞ്ചസ് വന്നാൽ പോലും ഞാൻ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് ഞാൻ ഈ 60 ദിവസം ഉറപ്പായിട്ടും കണ്ടിന്യൂ ചെയ്ത് പോകും എന്നുള്ള ആ ഒരു പ്രോമിസ് നമ്മളോട് തന്നെ പറയാം. ഓക്കെ, ഇതിലൊരു ബ്രേക്ക് എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് വരാനില്ല. ഒരു മീൽ ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ ഫാസ്റ്റിംഗ് സമയം 16 എന്നുള്ളത് 12 ഫോളോ ചെയ്യാൻ പറ്റിക്കോട്ടെ, അതൊരു ബ്രേക്ക് ആയിട്ട് കാണണ്ട. അടുത്ത ദിവസം നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, ഈ ഒരു 60 ദിവസം നമ്മുടെ ഒരു ബെറ്റർ വേർഷനിലേക്കുള്ള നമ്മുടെ ഒരു ജേർണി ആവട്ടെ. എല്ലാവർക്കും ഒരു വലിയ ഓൾ ദ ബെസ്റ്റ്. എനിക്കും ഒരു വലിയ ഓൾ ദ ബെസ്റ്റ്. എന്തായാലും ഞാനും വളരെ ക്യൂരിയസ് ആണ് എൻ്റെ വെയിറ്റ് എവിടെ വരെ എത്തിച്ചിട്ടുണ്ട് എന്നറിയാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ തൽക്കാലം അവസാനിപ്പിക്കാം. ആൻഡ് ഐ വിൽ സീ യു ഗൈസ് ഓൺ June 5th. This is Ashwati Rajat signing out. Tata.